സൂറത്തുൽ ഫാത്തിഹയുടെ 6-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാമത്തെ ആയത്തായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് ഏകദേശം അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ക്ലാസ് നമ്മൾ പൂർത്തിയാക്കി. വിശ്വാസപരമായി തർക്കത്തിലിരിക്കുന്ന മർമ്മപ്രധാനമായ വിഷയങ്ങൾ ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അല്ലാത്തവരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് വിശ്വാസപരം, ഒന്ന് കർമ്മപരം. വിശ്വാസപരമായ കാര്യങ്ങളുടെ ആ തർക്കത്തിലുള്ള നിജസ്ഥിതി ആ ഇയ്യാക നഅ്ബുദുവിന്റെ ക്ലാസ്സിലൂടെ ഒരുവിധമൊക്കെ നാം പറയുകയും മനസ്സിലാക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ ഒരു നിഷ്പക്ഷമതിക്ക് സംശയം ഉണ്ടാവേണ്ട ആവശ്യം ഇനിയില്ല. എന്നാൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന ആ ആയത്തിനെ വിശദീകരിക്കലോടുകൂടെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കർമ്മപരമായി നിലനിൽക്കുന്ന തർക്കങ്ങളുടെ അടിസ്ഥാന വിഷയം അഥവാ മദ്ഹബും തരീഖത്തും പോലെയുള്ള വിഷയങ്ങൾ അതെല്ലാം ആ ചർച്ചയിൽ വരികയും ഇൻഷാ അല്ലാഹ് നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ആദ്യമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദീനിൽ നിർബന്ധമായി ദുആ ചെയ്യേണ്ടുന്ന ഒരൊറ്റ ദുആയുമില്ല ഈ ദുആയല്ലാതെ, അല്ലേ? വേറെ ഒരു ദുആയും ദുആ ചെയ്യൽ നമുക്ക് നിർബന്ധമില്ല. അത് ആവശ്യമുള്ളവർ ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സുന്നത്താകുന്നു, ചിലപ്പോൾ ശക്തമായ സുന്നത്താകുന്നു. എന്നാൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യൽ നിർബന്ധമാണ്. വേറൊരു ദുആക്കും ആ സ്ഥാനമില്ല. ദിനേന ഒരു വട്ടമല്ല, ചുരുങ്ങിയത് സാധാരണഗതിയിൽ 17 പ്രാവശ്യം 17 വട്ടം ഒരു മുസ്ലിം ഇത് ദുആ ചെയ്തോളണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലേ? അതിൽ നിന്ന് തന്നെ അതിന്റെ ഗൗരവവും അതിന്റെ പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നാം പറയുന്നത് ഇഹ്ദിന ഞങ്ങളെ നീ വഴി നടത്തേണമേ. അല്ലാഹുവേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എല്ലാം റബ്ബിന് സമർപ്പിച്ചു. ഇതുവരെ സമർപ്പണമായിരുന്നു. അൽഹംദു മുതൽ എല്ലാം നാം അള്ളാഹുവിന് സമർപ്പിക്കുകയായിരുന്നു, അള്ളാഹുവിനെ പുകഴ്ത്തുകയായിരുന്നു, അള്ളാഹുവിനെ വാഴ്ത്തിപ്പറഞ്ഞു, അള്ളാഹുവിന് സകലവും സമർപ്പിച്ചു. അള്ളാഹുവിനെ മനസ്സിലാക്കിയ മുഅ്മിൻ തന്നാൽ ഒരു കഴിവുമില്ലെന്ന യാഥാർത്ഥ്യം ആദ്യം മുതൽ അംഗീകരിച്ചു. അത് വ്യക്തമായി തുറന്നു പറഞ്ഞു, ഇഹ്ദിന സിറാത്ത ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലൂടെ. എന്നിട്ട് അവന്റെ മർമ്മപ്രധാനമായ ആവശ്യമാണ് പറയുന്നത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തേണമേ എന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യനാണല്ലോ ഇത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം മുസ്തഖീമായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തേണമേ എന്നാണ്. മുസ്തഖീമായ മാർഗത്തിലൂടെ ഇഹ്ദിന സിറാത്ത, ഇഹ്ദിന എന്നത് ഹദാ യഹ്ദി എന്നതിന്റെ കൽപ്പനാവാക്യമാണ്, അമ്രാണ്. ഇഹ്ദിന, നീ ഞങ്ങളെ ഹിദായത്താക്കണമേ എന്നാണ്. അസ്സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലൂടെ ചലിപ്പിക്കണമേ. ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നിർബന്ധമായും ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിലൂടെ വെറും ഒരു പ്രാർത്ഥന പഠിപ്പിക്കുക എന്നത് മാത്രമല്ല അതിന്റെ ലക്ഷ്യം. അതിലൂടെ വലിയ ചില കാര്യങ്ങൾ അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. എന്താണൊന്ന്? പ്രധാനമായൊരു വിഷയം, മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. കാരണം ഇവിടെ ചൊവ്വായ മാർഗത്തിലൂടെ ചലിപ്പിക്കണമേ, വഴി നടത്തണമേ എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യൻ എപ്പോഴും ഒരു യാത്രയിലാകുന്നു, അവസാനിക്കുന്നില്ല. ഇപ്പോൾ മുസ്ലിമായി കഴിഞ്ഞു, എന്നാലും യാത്ര അവസാനിച്ചിട്ടില്ല. അവസാനമില്ലാത്ത ഒരു യാത്രയിലാണ്. ഏത് അവസ്ഥയിലും മുഅ്മിന് പറയാനുള്ളത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. അപ്പോ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് മാനസിക രോഗവും വിഷാദ രോഗങ്ങളും എത്രത്തോളം ആത്മഹത്യയും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. മുസ്ലിങ്ങളിൽ മുന്നേ ഇത് കുറവായിരുന്നെങ്കിലും ഇപ്പോൾ മുസ്ലിങ്ങളിലും വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ടാണ്? വിശ്വാസമില്ലായ്കയാണ്. ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതെയാവുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും അത്യന്താധുനിക സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അവർ ആസ്വദിക്കുന്നുവെങ്കിലും വിഷാദ രോഗം അവിടെ പടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവന്റെ ലക്ഷ്യങ്ങളൊക്കെ, അവന്റെ ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരു ലക്ഷ്യം അവനില്ല. ലക്ഷ്യബോധം നഷ്ടപ്പെടുകയാണ്. അതേ സമയത്ത് മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിനേന ഓർമ്മപ്പെടുത്തുകയാണ്, നീ ഇപ്പോഴും യാത്രയിലാണ്, എന്നും യാത്രയിലാണ്, നിനക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നീ. ആ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിലേക്ക് എത്തുക എന്നതാണ്. അള്ളാഹുവാണ് ലക്ഷ്യം. പരമപ്രധാനമായ ലക്ഷ്യം ഒന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ യാത്ര അവസാനിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ, എന്താണ് സൂറത്തിന്റെ തുടക്കം? ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്ന് പറയുന്നുണ്ട്. ആ തഫ്സീർ ഒന്ന് എടുത്തോടുന്നേ. രണ്ടും ഒരുപോലത്തെ തഫ്സീറില്ലേ? തഫ്സീൽ എന്റെ തഫ്സീറിന്റെ രണ്ടെണ്ണം എടുത്തോണ്ട്. ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഘട്ടം ഘട്ടമായി നിങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും എന്ന്. കേട്ടാ തഫ്സീർ എടുക്കണ്ട? ലതർകബുന്ന തബഖൻ അൻ തബഖ്, തബക്ക് തബക്കായി നിങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ തബക്ക് തബക്കായി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആ സൂറത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ആ സൂറത്തിന്റെ ആദ്യം എങ്ങനെ? ഒന്ന് ആരെങ്കിലും ഒന്ന് അടിച്ചുവിട്ടെ. എന്താണ് ആ സൂറത്തിന്റെ തുടക്കം? ഓ, എനിക്കൊണ്ട് ഓർമ്മ വരാതെ ചോദിക്കണേ. ആരെങ്കിലും ഒന്ന് അടിക്കേ, അല്ലേ നോക്കട്ടെ. ഏത് സൂറത്തിലാണത്? വശഫഖി എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യത്തിന് ഓർമ്മ വരാതെ. ഇൻഷിഖാഖ് ഇൻഷിഖാഖില് അതുകൊണ്ട് പറഞ്ഞിട്ട് സൂറത്തുൽ ഇൻഷിഖാഖ് ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദാ ഇത്തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ്. കണ്ടോ? ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദാ ഇത്തസഖ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് ഷഫഖ് കൊണ്ടാണ്. ഷഫഖ് എന്ന് പറഞ്ഞാല് ചുവന്ന മേഘം, ചക്രവാളത്തിൽ സൂര്യാസ്തമനത്തിന് ശേഷം കാണുന്ന ആ ഒരു നേരിയ ചുവന്ന കളറുള്ള മേഘം. അപ്പോ രാത്രിയുടെ ആദ്യഘട്ടത്തിലാണ് അതുണ്ടാകുക. പിന്നെ വല്ലൈലി വമാ വസഖ്, പിന്നെ സത്യം വമാ വസഖ, അത് ശക്തമാകുക, കൂരിരുൾ മുറ്റുന്ന അവസ്ഥ, ആ അവസ്ഥയെ തന്നെയാണ് സത്യം. രാത്രി പൂർണ്ണമാവുക. അപ്പൊ ഘട്ടം ഘട്ടമായി ആ അസ്തമാന സമയം കഴിഞ്ഞു, ആ ചുവപ്പ് മേഘം വന്നു, പിന്നെ അത് മാഞ്ഞു, പിന്നെ കൂരിരുൾ വന്നു, ശക്തമായ ഇരുട്ട് വന്നു. വൽ ഖമരി ഇദത്തസഖ്, ഖമർ ചന്ദ്രൻ അത് പൂർണ്ണമാകുന്നതിനെ ആ അവസ്ഥ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദത്തസഖ്, ചന്ദ്രനും അങ്ങനെ തന്നെ ചെറുതായി വെളിവായി, പിന്നെ ഇങ്ങനെ കൂടി 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 14 നിലാവിന്റെ അന്ന് 14 രാവിൽ പൂർണ്ണമാകുന്നു. അങ്ങനെയല്ലേ വരുന്നത്? അതുകൊണ്ട് സത്യം ചെയ്തിട്ട് അള്ളാഹു പറയാണ് ലതർകബുന്ന തബഖൻ അൻ തബഖ. ആ ബന്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബന്ധം ഘട്ടം ഘട്ടമായി അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ. അള്ളാഹുവിലേക്കുള്ള യാത്ര അതിങ്ങനെ രാത്രിയായി തുടർന്ന് അത് രാത്രി ശക്തമാകുന്ന ആ അവസ്ഥ. എന്നാൽ ആ രാത്രിയിലൂടെ പ്രകാശത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. എല്ലാവിധ മഹത്വങ്ങളുടെയും പ്രധാന രംഗം രാത്രിയാണ്. രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ, രാത്രിയാണ് ഖുർആൻ ഇറങ്ങിയത്, രാത്രിയാണ് തഹജ്ജുദ്, രാത്രിയാണ് അങ്ങനെയുള്ള പ്രധാന എന്താണ് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവ മുഖീൽ. ഇതിലൂടെ പ്രകാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോ അതിന്റെ കൂടെ വൽ ഖമരി ഇദത്തസഖ്, അതിങ്ങനെ ഘട്ടം ഘട്ടമായാണ് ആ യാത്ര. ലതർകബുന്ന, എത്തുന്നത് എവിടേക്കാണ്? അള്ളാഹുവിലേക്കാണ്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ബദ്ർ ഖമറ ലൈലത്തുൽ ബദ്ർ. 14 നിലാവിന്റെ അന്ന് നിങ്ങൾ ആ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ കാണാൻ കഴിയും. അതാണ് ലക്ഷ്യം. ആ അള്ളാഹുവിന്റെ ലിഖാ ആണ് ലക്ഷ്യം. അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ലതർകബുന്ന, അവസാന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തും. അപ്പൊ അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ അപ്പൊ ആ സത്യവും ആ പറഞ്ഞതും ആ സത്യം ചെയ്തതിന്റെ ആ മുഖ്സമ അലൈഹിം തമ്മിലുള്ള ആ പരസ്പര ബന്ധം നമ്മൾ ഇനി കൂടുതൽ ആലോചിച്ചാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ശരി, ഇങ്ങനെ ജീവിതത്തിന് മർമ്മപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം മനസ്സിലാക്കിയവന് ഈ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും അവന് ദുഃഖിക്കാനൊന്നും വരില്ല, ദുഃഖിക്കേണ്ട ഒരു ആവശ്യമുണ്ടാവുകയില്ല. ലക്ഷ്യമുണ്ട് ഇവന്റെ ജീവിതം. അത് ചിലപ്പോ ആ എത്തല് സുഖങ്ങളെ കൊണ്ടായിരിക്കും, ചിലപ്പോൾ ദുഃഖങ്ങളെ കൊണ്ടായിരിക്കും. രണ്ടും ഇങ്ങോട്ടുള്ള വഴിയാണ്. രണ്ടും യാത്രക്കുള്ള മാർഗങ്ങളാണ്, യാത്രക്കുള്ള വാഹനമാണ്. പ്രയാസങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് മാർഗം, സന്തോഷങ്ങൾ വരുമ്പോൾ ശുക്രാണ് മാർഗം, വാഹനം. രണ്ട് വാഹനങ്ങളാണ്. രണ്ട് വാഹനം ചിലപ്പോൾ ചിലർക്ക് രണ്ടും ഒരുമിച്ച് കൂടും, ചിലപ്പോൾ ഒന്ന് മാത്രമായിരിക്കും, ചിലപ്പോൾ മറ്റൊന്ന് മാത്രമായിരിക്കും. ഈ വാഹനപ്പുറത്ത് നിങ്ങൾ ഇങ്ങനെ യാത്ര പോവുകയുള്ളൂ. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് വിഷാദരോഗം വരണ്ടയോ ആത്മഹത്യ ചെയ്യണ്ടയോ ഒരവസ്ഥയും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന ആ പരമമായ ലക്ഷ്യം, അതാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിനേന മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും യാത്രയിലാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം എന്ന്. ആ യാത്ര സുഗമമായിരിക്കണം, ശരിയായ വഴിയിലായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴക്കാൻ പാടില്ല. അല്പം പിഴച്ചാൽ ചിലപ്പോ പിന്നീട് എത്തിയാലും ശരി ഒരുപാട് ദൈർഘ്യമെടുക്കും. അപ്പൊ ശരിയായ വഴിയിലൂടെ, ചൊവ്വായ വഴിയിലൂടെ, എളുപ്പമുള്ള വഴിയിലൂടെ ആവണം. രണ്ടാമത്തത് പ്രധാനമായി ഇതിലുള്ള മറ്റൊരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മെ ധരിപ്പിക്കുകയാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇവിടെ ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നത് സിറാത്തിൽ വഴി നടത്തണമെന്നാണ്, ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്തല്ല, പടച്ചവനെ, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? പടച്ചവനെ നിന്നിലേക്ക് എന്നെ എത്തിക്കണമേ, നിന്നിലേക്ക് എന്നെ എത്തിക്കണമേ. ഇഹ്ദിന ഇലൈക, നിന്നിലേക്ക് എത്തിക്കണമേ എന്ന് പറഞ്ഞിട്ടില്ല, എന്ന് അല്ല ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നീ സ്വർഗാണെങ്കിൽ സ്വർഗം, പല ഘട്ടങ്ങളുണ്ടല്ലോ. സ്വർഗത്തിലെത്തുന്നതിന്റെയും പരമമായ ലക്ഷ്യം അള്ളാഹുവിന്റെ ലിഖാ ആവണം മോമിന്. സ്വർഗത്തിലെ ഭൗതികമായ ആഡംബരങ്ങളാവരുത്. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ലക്ഷ്യം. ഉസല്ലീൽ ഇല്ലാഹിയാണ്, ഉസല്ലീലിൽ ജന്ന അല്ല. സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ നിസ്കാരം പാത്തില്ല, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കേണ്ടത്.
അപ്പൊ എല്ലാം ജീവിതം ഇന്ന സ്വലാത്തി വനുസുക്കിയോ മഹയായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ അവസ്ഥ അതാണ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ആ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം തന്നെ എന്തേ അവിടെ പറയാതിരുന്നത്? അങ്ങനെ പറയാമായിരുന്നില്ലേ? ഇഹ്ദിന ഇലൈക, അല്ലെങ്കിൽ ഇനി ഇഹ്ദിന ഇലൽ ജന്ന എന്നൊന്നും പറയാതെ എന്താ പറഞ്ഞത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ലക്ഷ്യം മാത്രം നന്നായ പോരാ, മാർഗം നന്നാവണം. കണ്ടോ? മുഅ്മിനിന്റെ ആ ബോധം ഉണ്ടാവണം. ലക്ഷ്യം, അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴിയും മുസ്തഖീമാവണം. ലക്ഷ്യം ഏതായാലും മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്ന ആ തിയറിയെ മുളയിലേ നുള്ളുകയാണ്. 1-ാം അധ്യായത്തിലൂടെ തന്നെ ഇസ്ലാം നിരാകരിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ തന്നെ അതിന് നിരാകരിക്കുകയാണ്. പലിശപ്പണം വാങ്ങി പത്രം നടത്തിയിട്ട് ദീനുണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല. ദീനുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്, ദീനിനെ പ്രബോധനം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അത് ഒരു സാധാരണ പ്രബോധകന്റെ ലക്ഷ്യമാണെങ്കിൽ അതിനുള്ള വഴിയും നന്നായിരിക്കണം. വഴി തരികിട വഴിയിലൂടെ ദീൻ നടത്താൻ പറ്റില്ല. അത് 1-ാം അധ്യായത്തിലൂടെ അള്ളാഹു കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക. അല്ലെങ്കിൽ എന്തിനാ ഇതിന് സിറാത്ത എന്ന് പറഞ്ഞു? മുസ്തഖീമായ മാർഗത്തിലൂടെ തന്നെ എപ്പോഴും ചലിക്കണം എന്ന ഒരു ബോധം മുഅ്മിനിന് എപ്പോഴും ഉണ്ടാവണം. കണ്ടോ എന്തെല്ലാം വിഷയങ്ങളാ ഒരായത്തിൽ. മനസ്സിലായില്ലേ? അപ്പോ അതാണ്, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ നിന്നും. ഇനി ഇവിടെ സിറാത്ത് എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ഇഹ്ദിന, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അദ്ദലാലത്തു ബിലുത്ഫിൻ എന്നാണ്. ഒരു സൗമ്യമായി മാർഗം കാണിച്ചു കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുക എന്നാണ്. വഴി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, രണ്ടിനും പറയും. ഹിദായത്തിന് 2 അർത്ഥമുണ്ട്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ. സമൂദ് ഗോത്രക്കാര് അവരെ നാം ഹിദായത്താക്കി, പക്ഷെ അവര് ലലാലിനെ, വഴികേടിനെ, കുരുടിനെ തന്നെ, അന്ധതയെ തന്നെ അവർ തെരഞ്ഞെടുത്തു, അവർ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോ നമ്മൾ ഹിദായത്താക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാം കാണിച്ചു കൊടുത്തു എന്നേ. ഫഹദൈനാഹുൻ നജിദൈൻ എന്ന് പറഞ്ഞല്ലോ, 2 വഴിയും കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഒരാള് നമ്മളോട് വഴി ചോദിച്ചു, അബുദാബി അല്ലെങ്കിൽ കോട്ടയ്ക്ക് പോകേണ്ട വഴി, ജിദ്ദയിലേക്ക് പോകേണ്ട വഴി ചോദിച്ചാൽ, ഇതാ ഇവിടുന്ന് ഇങ്ങനെയാണ്ട് പോയി ഈ റോഡിന് പോയി അടുത്ത സിഗ്നലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഹിദായത്ത്, ഇതൊരു ഹിദായത്താണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനും അങ്ങോട്ട് തന്നെ പോകണം, എന്റെ വണ്ടിയിൽ കയറിക്കോ എന്ന് പറഞ്ഞു. അവനെ വണ്ടിയിൽ കയറ്റി അവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്തു. അതും ഹിദായത്താണ്. ഈസാല്, അങ്ങനെ ഈസാലോട് കൂടെയും ആവാം അല്ലാതെയും ആവാം. ഏതായാലും സൗമ്യമായിട്ടുള്ള മാർഗദർശനമാണ്. ലുത്ഫോടുകൂടെ, മയത്തോടുകൂടെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിന് എന്തെന്ന് പറയില്ല? ഹിദായത്ത് എന്ന് പറയില്ല. ഹിദായത്തുക്കലിൽ അഅ്മ എന്നാണ്. ഒരു കണ്ണ് കാണാത്ത ആളെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആ രൂപത്തിൽ ഒരു സംയമനത്തോടുകൂടെ സൗമ്യമായി വഴി കാണിച്ചു തരിക എന്നതാണ്. പിന്നെ സിറാത്ത് എന്ന് പറഞ്ഞു. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വളരെ വിശദമായി വിശദീകരണം പിന്നീട് നൽകാം. സിറാത്ത് എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ഈ സിറാത്ത് ഖുർആനിൽ മറ്റു സ്ഥലത്ത് വേറെ പല സ്ഥലങ്ങളിൽ സബീൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സബീലും സിറാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. സിറാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിശാലമായ അതിന്റെ അടയാളങ്ങളെല്ലാം വേർതിരിഞ്ഞു നിൽക്കുന്ന പൊതുവായ വഴിക്കാണ്, പൊതുവായ ഒരു വഴി, അതിനാണ് എന്തെന്ന് പറയാ? സിറാത്ത് എന്ന് പറയാ. എന്നാൽ അതിൽ ആ പൊതുവായ വഴിയിലുള്ള ശാഖകൾക്കാണ് സബീല് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണമായി ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള വഴി, അത് സിറാത്താണ്. ആ വഴിയിൽ ഉള്ള ട്രാക്കുകൾ, ഇത് ഈ സിറാത്തിന്റെ സ്ഥാനത്ത് സബീലും ഉപയോഗിക്കും, സബീലിന്റെ സ്ഥാനത്ത് സിറാത്തും ഉപയോഗിക്കും, തരീഖൊക്കെ ഉപയോഗിക്കും തരീഖൊക്കെ ആവില്ല. അങ്ങനെ ഉപയോഗിച്ചു എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ വേർതിരിക്കുകയാണെങ്കിൽ അതിലിങ്ങനെയാണ് വേർതിരിക്കേണ്ടത്.
രണ്ടും കൂടി പ്രയോഗിച്ച ഒരാൾ സിറാത്ത് എന്നും സബീല് എന്നും പ്രയോഗിച്ചാൽ അവിടെ വ്യത്യാസമുണ്ട്. ഖുർആനിൽ സിറാത്ത് എന്നും സബീലും ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സിറാത്ത് എന്ന് പറയുമ്പോൾ പൊതുവായ അതിന്റെ മആലിമുകളൊക്കെ വ്യക്തമായ പൊതുവായ വഴി, അതാണ് വഴി. ആ ഉള്ള ശാഖകളായിരിക്കും അതിന്റെ കൂടെ സബീൽ ഉപയോഗിച്ചാൽ ഉദ്ദേശിക്കുക. അതിന്റെ വിശദീകരണം നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പറയുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുക. അതുകൊണ്ട് ഞാനത് പിന്തിക്കുകയാണ്. ഉദാഹരണം ഇപ്പൊ ഇതാണ്. അബൂദാബിയിലേക്കുള്ള വഴി ഏതാന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും, ഇതാണ് വഴി. എന്നാൽ ആ വഴികളിലുള്ള ശാഖകൾ, ട്രാക്കുകളുണ്ട്. ആ ട്രാക്കുകളാണ് സബീല്. ആ സബീല് ജമ്മായിട്ടാ ഖുർആൻ ഉപയോഗിച്ചത്. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, മുസ്തഖീമായ സിറാത്ത് ഇതാണ്. അതേ സമയത്ത് യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി, ആ അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് ഹിദായത്താക്കും മനിത്തബഅ റിദ്വാനഹു, അള്ളാഹുവിന്റെ റിദ്വാനിനെ പിൻപറ്റിയ ആളുകളെ, ആ വഴിയിൽ കണ്ട് കടന്ന ആളുകളെ അള്ളാഹു ഹിദായത്താക്കും. സുബുലസ്സലാമി, രക്ഷയുടെ സബീലുകളിലേക്ക് ഹിദായത്താക്കും. അവിടെ സുബുലെന്ന് ജമ്മാക്കിയിട്ടാണ്. അപ്പൊ സബീലുണ്ട് എന്ന് വന്നു. ആ ട്രാക്കുകളാണ്, അത് ട്രാക്കാണ്. അതുപോലെ നമുക്കൊരു ഉദാഹരണത്തിന് മനസ്സിലാക്കാം. അപ്പോ പൊതുവായ ആ ഒരു റാസ്തയിൽ, ഒരു വഴിയില് വ്യത്യസ്തമായ ട്രാക്കുകൾ ഉണ്ടാകുമെന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ആമുഖമായി പറഞ്ഞു വെക്കുന്നു എന്നർത്ഥം. ആ 4 ട്രാക്കുകൾ ആണ് 4 മദ്ഹബ്, അതുപോലെ തരീഖത്ത് എന്നൊക്കെ പറയുന്നത്. തരീഖത്തിലുള്ള വ്യത്യസ്തമായ രൂപങ്ങളൊക്കെ അതാണ്. അത് ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് മാറാൻ എന്തുണ്ടായിരിക്കും? പിന്നെ അതിൻ്റെതായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഓരോ ട്രാക്കിനും ഒരു പ്രത്യേക സ്പീഡ് ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരിക്കും. ആ സ്പീഡ് ട്രാക്കിൽ പോകേണ്ട ആള് മറ്റേ ട്രാക്കിൽ പോകുന്ന രൂപത്തിൽ ഇതിൽ പോകാൻ പറ്റില്ല. ഒരു ട്രാക്കിൽ നിന്ന് മറ്റേ ട്രാക്കിലേക്ക് കൊണ്ട് ട്രാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വേണം? അതിന് അതിൻ്റെതായ വ്യവസ്ഥ ഉണ്ട്. മദ്ഹബ് മാറുമ്പോൾ അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. അതാണ് അത് ഈ ത്വരീഖ് സിറാത്തിന്റെ ഉള്ളിലുള്ള സുബുലുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആമുഖമായിട്ട് ഇൻഷാ അള്ളാഹ് അതൊക്കെ നമ്മുടെ വിശദീകരണത്തിൽ അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ വിശദമായി വരും. അപ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ന് ഞാൻ വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പോ പിന്നെന്താ പറഞ്ഞേ? ഹിദായത്ത് ദലാലത്തുൻ ബിലുത്ഫിൻ അലാ മാ യൂസിലു ഇലൽ ബുഗ്യ വലിദാലിക ഇഖ്തസ്സത് ബിൽ ഖൈർ. നല്ലതിന് മാത്രമേ സാധാരണഗതിയിൽ ഹിദായത്ത് പറയുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് നല്ല ഖൈറിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരാളെ നരകത്തിലേക്ക് ഹിദായത്താക്കിയെന്ന് അങ്ങനെ ചിലയിടത്ത് ഉപയോഗം ഉണ്ടെങ്കിൽ അത് വരെ പരിഹസിച്ചിട്ട് പറയണതാണ്, കളിയാക്കിയിട്ട് അങ്ങനെ പ്രയോഗിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്തില്ല? യഥാർത്ഥത്തിൽ ഹിദായത്തിന് പ്രയോഗിക്കേണ്ടത് ഖൈറിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഖുർആനിൽ ചിലയിടത്ത് അങ്ങനെ ഇല്ലാ തരീഖ ജഹന്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫിറഔനെ പറ്റിയൊക്കെ പറഞ്ഞെടുത്ത്. അപ്പൊ അത് ഒരു പരിഹാസ രൂപത്തിലുള്ള പ്രയോഗമാകുന്നു എന്ന്. ഇനി നിങ്ങൾ ഹിദായത്ത് ഇപ്പോ എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹിദായത്ത് ഹിദായത്ത് പല രൂപത്തിലുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് മൊത്തത്തിൽ ഉള്ള ഒരു ഹിദായത്ത്, പൊതുവിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഹിദായത്ത്, അതിന് പല മാർഗങ്ങളും ഉണ്ട്. ഈ ലോകം മുഴുവനും ആ അള്ളാഹുവിലേക്കുള്ള ഹിദായത്തിന്, ആ മൊത്തത്തിൽ അള്ളാഹ് എന്ന ആ ഒരു ഖാലിഖിലേക്കുള്ള ഹിദായത്തിന് ഈ ലോകം മുഴുവനും വഴികാട്ടികളാണ്. അതിന് വഹി മാത്രമല്ല, ലോകം മുഴുവനും അലാ കുല്ലു ദർറാത്തിൽ വുജൂദി ശവാഹിദു അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുവഹ്ഹദു. ഈ ലോകത്തുള്ള സകല ദർറത്തുകളും, സകല അണുകളും, സകല ആറ്റമും, സകല മണൽത്തരിയും എല്ലാം തന്നെ ശവാഹിദു സാക്ഷികളാകുന്നു. അലാ അന്നഹുൽ ബാരിൽ ഇലാഹു, അള്ളാഹുവാണ് ഏകനായ ഇലാഹി. ഇലാഹ് എന്ന് മാത്രമല്ല, ഏകനായ ഇലാഹി എന്ന് തന്നെ അറിയിക്കുന്നു. അത് ശരിക്കും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അതുപോലെ പലതും നമ്മൾ സാധാരണ നമ്മുടെ മദ്രസ പുസ്തകത്തിൽ പഠിക്കുന്ന, ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. സുഇല അഅറാബിയുൻ അനിദ് ദലീലി.
അള്ളാഹു ഉണ്ടോ എന്നുള്ളതിന് പിന്നെ തെളിവ് ചോദിച്ചു ഒരു അയറാബിയോട്. അപ്പൊ അയറാബി പറഞ്ഞു അള്ളാഹ് ഉണ്ടെന്നുള്ളതിന് തെളിവ് എന്താ വേണ്ടത്? അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ. ബഅറത്ത് ഒരു കഴുതയുടെ കാഷ്ടം കണ്ടാൽ ഇതിലെ കഴുത പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ ഇതിലെ ഒട്ടകം പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ കഴുതയുടെ കാഷ്ടം കണ്ടാൽ കഴുത പോയിട്ടുണ്ട് ഇത് ഈ വഴിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ആസാറുൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ. ആളുകളുടെ കാലടയാളം കണ്ടാൽ ഇതിലെ മനുഷ്യന്മാർ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. എന്നാൽ പിന്നെ ഫസമാഉൻ ദാതു അബ്റാജ് വഅർളുൻ ദാതു ഫിജാജ് വബിഹാറുൻ ദാതു അംവാജ് അമാ തദുല്ലു അലസ്സാനിഇൽ ഹലീൽ അലീമിൽ ഖദീർ എന്ന്. ഈ നക്ഷത്രഗോളങ്ങളും അതിനെ സഞ്ചരിക്കുന്ന കൃത്യമായ സഞ്ചാര പദങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ആകാശ ലോകം, അതുപോലെ ഈ അലതല്ലുന്ന തിരമാലകളുള്ള ഈ കടൽ, സമുദ്രം, അതുപോലെ ഇതെല്ലാം ഈ ഭൂമിയും അള്ളാഹുവിന്റെ മേൽ അറിയിക്കും. സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, അങ്ങനത്തെ ഒരു ക്ലാസ് അല്ലല്ലോ നമ്മുടെ ക്ലാസ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നിരുന്നാലും ഒരു രസത്തിനും കൂടുതൽ ഒരു എന്താ പറയാ, കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. റാസിയിലും മറ്റൊക്കെ ഉള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചു, എന്താണ് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവെന്ന് വെച്ചപ്പോ മൂപ്പര് പറഞ്ഞത് വറക്കത്തുൽ ഫിർസാദ്, ഈ തൂത്ത്, പിന്നെ സ്റ്റോര ഇല അതാണ് പറഞ്ഞത്. അതുപോലെ ഏത് ഇലയും അതിന്റെ നിറവും മണവും രുചിയും ഒക്കെ ഒരുപോലെ തന്നെ. എന്നാൽ അതിനെ പട്ടുനൂൽ പുഴു തിന്നുന്നു, എന്നാൽ പട്ടുനൂൽ പുഴുവിൽ നിന്ന് അത് പട്ടാണ് പുറത്തു വരുന്നത്, അതിനാവശ്യമുള്ളതാണ് പുറത്തു വരുന്നത്. തേനീച്ച അത് കഴിച്ചാൽ തേനീച്ചയിൽ നിന്ന് പട്ട് വരില്ല, എന്താ വരുന്നത്? തേനീച്ചയിൽ നിന്ന് വരുന്നത് തേനാണ്. ആട് കഴിക്കുന്നു, ആട് കഴിച്ചാൽ ആട്ടിൽ നിന്ന് വരുന്നത് ആട്ടുംകാട്ടമാണ്. എന്ന കഴിച്ചൊക്കെ ഒന്ന് തന്നെ. വയക്കുലുഹുൽ ലിബാഉ, മാൻപേടകൾ അതിനെ കഴിക്കുന്നു, എന്നാൽ മാനിൽ അത് എന്തുണ്ടാക്കാൻ സഹായകമാകുന്നു? മിസ്ക്, കസ്തൂരി ഉണ്ടാക്കാൻ സഹായകമാകുന്നു. ഇത് എല്ലാവരും കഴിച്ചത് ഒന്ന് തന്നെ. ഇത് വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്താ? അത് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു ആര്? ഇമാമുന ഷാഫിഈ തങ്ങൾ. മറ്റൊരാൾ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ നിന്റെ റബ്ബിനെ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, അറഫ്തുഹു ബിനഹ്ലത്തിൻ, ഒരു തേനീച്ചയെ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു തേനീച്ച, അതിന് രണ്ട് കൊമ്പുണ്ട്, അതിന്റെ ഒരു കൊമ്പ് കൊണ്ട് തേന് തരുന്നു. രണ്ട് കൊമ്പ് ഇങ്ങനെ നിൽക്കുമല്ലോ, ഒന്നിലൂടെ തേന് വരുന്നു, മറ്റൊന്നിലൂടെ വിഷം വരുന്നു. ആ തേനീച്ച അതിന്റെ ഒരു കൊമ്പ് കൊണ്ട് കുത്തിയാൽ തേനാണ്, പിന്നെ വിഷാണ് വരിക. അതുകൊണ്ട് അവിടെ വന്നിട്ട് അവിടെ നമ്മൾ എവിടെയെങ്കിലും കുത്തിയിട്ടുണ്ടെങ്കിൽ വന്ന് വീർക്കുമല്ലോ, വീങ്ങും, അവിടെ വേദന അനുഭവപ്പെടും. അതെന്താണ് അതിൽ നിന്ന് വന്നത്? ലസാണ്, വിഷമാണ് വന്നത്. അതേ സമയത്ത് മറ്റേ ഭാഗത്തിലൂടെ വരുന്നത് ഈ ചെറിയൊരു ജീവിയിൽ ഈ നിലക്ക് സംവിധാനിച്ചത് ആരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊന്നല്ല, അതിനേക്കാളൊക്കെ വലിയ രസമുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ തേനീച്ച ഒരൊറ്റ സാധനം ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു അത്ഭുതം അവിടെ ആലോചിക്കേണ്ടത്, ഈ എന്തിനു പറയാ, തേനിന് പറയാ എന്തെന്നാ? തേനിന് പറയാ അസലുൻ. അണ്ടാ, അസല്. ആ അസല് എന്നതിനെ നേരെ തിരിച്ചു വായിച്ചു നോക്കിയേ, എങ്ങനെ വരയ്ക്കുക? അസല് ലസ അല്ലേ? അസല് എന്ന് പറഞ്ഞ തേനാണെങ്കിൽ ലസ എന്ന് പറഞ്ഞാൽ വിഷം തീണ്ടിന്ന, വിഷം നൽകിയെന്നാണ്. ആലോചിച്ച് നോക്ക്. അസല് ലസ, നേരെ ഓപ്പോസിറ്റ് അർത്ഥം. ആ ഒരു ജീവി ചെയ്യുന്ന രണ്ട് വ്യത്യസ്തമായ കൊമ്പ് കൊണ്ട് ചെയ്യുന്ന അതിനുള്ള ആ പദം ഒന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ അർത്ഥം മാറി, മറ്റേന്റെ അർത്ഥമായി. അല്ലാഹു അക്ബർ. ഇതിന് അസ്മാകളെ യഥാർത്ഥ അടിസ്ഥാനം അല്ലാഹുവിൽ നിന്നുമാണല്ലോ. നാമങ്ങളുടെ അടിസ്ഥാനം അല്ലാഹുവിൽ നിന്നാണല്ലോ. അപ്പോ അതിന്റെയൊക്കെ പൊരുള് ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? മനുഷ്യൻ അന്തം വിട്ടു പോകുന്ന ഇതൊക്കെ ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കാവുന്ന വിഷയങ്ങളാണല്ലോ. ഇത്ര വലിയ മഹാത്ഭുതമൊന്നും അല്ലല്ലോ. എന്നിട്ടും പിന്നെ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് വരികയാണ്. എന്നാൽ ഇത് അള്ളാഹുവിനെ അങ്ങനെ കാണിച്ചു തരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾ, ഇതിന്റെ ഉള്ളറകളെ അറിയാൻ കഴിയുന്ന ആളുകൾ, ഇലകളെ നാം കണ്ടു, ആ ഇലകളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടത്.
ഒരു ചന്ദ്രനെ നാം ആകാശത്ത് ഇങ്ങനെ കണ്ടപ്പോ നാം എന്തൊക്കെ മനസ്സിലാക്കി? പഴയ കാലത്ത് ഇങ്ങനെ ഒരു പരന്ന സാധനമാണ് റൗണ്ടിലുള്ള എന്ന് മനസ്സിലാക്കി. എന്നാൽ ഭൂമിയെ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് ആദ്യം തോന്നിയുള്ളൂ. എന്നാൽ അതങ്ങനെയല്ല, ഭൂമിയെ പോലെയുള്ള ഒന്നാണ്. അതിൽ സ്വന്തം ഒരു പ്രകാശമില്ല, അത് സൂര്യന്റെ പ്രകാശത്തിന്റെ റിഫ്ലക്ഷനാണ് എന്നൊക്കെയുള്ളതൊക്കെ ശാസ്ത്രമാണ്, ആധുനിക ശാസ്ത്രം മനസ്സിലാക്കി. ഇങ്ങനെ കൂടുതൽ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുകയാണ് എന്നതാണ് വസ്തുത. അപ്പൊ ആ നിലക്കൊക്കെ ഒരു പൊതുവിൽ ഉള്ള ഒരു സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ ഈ ലോകത്തുള്ള സകല വസ്തുക്കളും തെളിവുകളാകുന്നു. അതെല്ലാം അള്ളാഹുവിലേക്ക്, ആ സ്രഷ്ടാവിലേക്ക് എന്താവും? ഹിദായത്താക്കുന്ന വസ്തുക്കളാകുന്നു എന്നത് ശരിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ഇതിന്റെ പിന്നിലുള്ള ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരാൾ മുഅ്മിനാവുകയില്ല. മുവഹിദായേക്കാം, മുഅ്മിനാവുകയില്ല. മുവഹിദ് എന്ന ഏകനായ ഒരു ഇലാഹിൽ വിശ്വസിച്ചു എന്നേ ഉള്ളൂ, അതുകൊണ്ടായില്ല. ഇതിന്റെ ഒക്കെ സ്രഷ്ടാവ് ഒരാൾ തന്നെ ആവണം. കാരണം ഇതൊക്കെ പരസ്പര പൂരകങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുമാണ്, വസ്തുക്കളുമാണ്. സൂര്യനെ സൃഷ്ടിച്ചത് ഒരാളും ഭൂമിയെ സൃഷ്ടിച്ചത് വേറെ ആളും ആവാൻ പറ്റില്ല. കാരണം ഭൂമിയുടെ നിലനിൽപ്പ് സൂര്യൻ ആവശ്യമാകുന്നു. സൂര്യൻ ആ കൃത്യമായ സ്ഥലത്ത് തന്നെ ആവണം. അത് രണ്ടാളായ നടക്കുന്ന കാര്യമല്ല, അത് രണ്ട് ഇലാഹുകളായ നടക്കുന്ന കാര്യമല്ല. സാധാരണ വ്യക്തികളാണെങ്കിൽ എന്നാലും സംഭവിക്കാം, ഇലാഹുകളായ പറ്റില്ല. അത് ഇലാഹിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും അത്. അപ്പോൾ ആ നിലക്ക് പിന്നെ മുവഹിദായേക്കാം, പക്ഷെ മുഅ്മിനാവണമെങ്കിൽ അത് വഹിയിലൂടെ തന്നെ ആവണം. കാരണം ഈ അള്ളാഹു ഉണ്ടല്ലോ, ഈ സൃഷ്ടാവായ അള്ളാഹു, അവന്റെ യഥാർത്ഥ വിശേഷണം അത് ഇവിടെ ഈ ലോകത്തുള്ള ഒന്നിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പൊതുവിൽ അവന് ന്യൂനതകളില്ല എന്നും അവൻ കാണേണ്ടവനാണ്, കേൾക്കേണ്ടവനാണ്, അതൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക എന്നല്ലാതെ, കൃത്യമായ പൊതുവായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നല്ലാതെ, കൃത്യമായി അവനെ മനസ്സിലാക്കേണ്ടത്, അവന്റെ നിയമങ്ങളെ മനസ്സിലാക്കേണ്ടത്, അവന്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കാൻ അവൻ തന്നെ അറിയിച്ചു തരണം. കാരണം ഭൗതിക ലോകത്ത് അറിവ് നേടാനുള്ള മാർഗം അത് അറിഞ്ഞതിനോട് അറിയാത്ത കാര്യങ്ങളെ തുലനം ചെയ്തുകൊണ്ടുള്ള പഠനമാണ്. ഒരു കാര്യം അറിഞ്ഞാൽ അതിൽ നിന്ന് മറ്റൊന്നറിയാൻ നമുക്ക് കഴിയും. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ആ അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിനെ മനസ്സിലാക്കുന്ന രൂപമാണ് ഭൗതിക ലോകത്തെ പഠനമെങ്കിൽ, അതിനോട് തുലനം ചെയ്തിട്ടാണല്ലോ ഈ ലോകത്തെ എല്ലാം പഠിച്ചത്. ക്യാമറ ഉണ്ടാക്കിയത് എവിടെ നിന്നാണ്? ക്യാമറ കണ്ണിന്റെ വ്യവസ്ഥ മനസ്സിലാക്കി, അതിൽ നിന്നാണ് ക്യാമറയുടെ പറ്റിയുള്ള ചിന്ത വരുന്നത്. പക്ഷികളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടാണ് എന്ത് വരുന്നത്? പ്ലെയിനെ സംബന്ധിച്ചുള്ള ചിന്ത വരുന്നത്. മത്സ്യത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടാണ് കപ്പലിനെ സംബന്ധിച്ച്, മുങ്ങിക്കപ്പലിനെ സംബന്ധിച്ചും ചിന്തിക്കുന്നത്. ഇങ്ങനെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ നിലക്കുള്ള ഇൽമല്ലാതെ ഒന്നുമില്ല. യഥാർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമും ലദുന്നിയാണ് എന്നർത്ഥം. എല്ലാ ഇൽമിന്റെ അസ്ലും അള്ളാഹുൽ നിന്നാണ്. അത് മറ്റൊരു ബഹ്സാണ്, അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. വഅലന്നാലഹുൽ ഹദീദ്, ആ ഇരുമ്പ് കൊണ്ട് അല്ലംനാഹു സൻഅത്ത ലബൂസിന്, അതും അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതൊക്കെ അത് ആ ഉള്ള അറിവ് വെച്ചിട്ട് മറ്റുള്ളത് പഠിക്കാനേ മനുഷ്യന് കഴിയുള്ളൂ. അപ്പൊ ഈ ഭൗതിക ലോകത്തുള്ള ഈ മുഹദസായ സൃഷ്ടികളായ വസ്തുക്കളെ വെച്ചിട്ട് അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അല്ലാഹു ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. കണ്ടോ? അവന്റെ പോലെ ഒന്നുമില്ല. പോലെ ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഏതെങ്കിലും ഒന്നിനെ വെച്ചിട്ട് അവനെ മനസ്സിലാക്കല് സാധ്യമല്ല. അപ്പോൾ എന്ത് വേണം? അത് അള്ളാഹു തന്നെ അറിയിച്ചു തരണം. അള്ളാഹുവിന്റെ ഗൈബിനെ അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുക്കുകയില്ല. വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബി, ആ പരമമായ ഗൈബിനെ അള്ളാഹു ആർക്കും കാണിച്ചു കൊടുക്കുകയില്ല. വലാകിന്നല്ലാഹ യജ്തബി മിൻ റുസുലിഹി മൻ യശാ, അവന്റെ മുർസലീങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ടവരെ അവൻ ഇജ്തിബാ ചെയ്യും, തെരഞ്ഞെടുക്കും എന്നാണ്. അവർക്കാണ് അത് അറിയിച്ചു കൊടുക്കുക, അത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ആ പറഞ്ഞു തരുന്നതിനെ വിശ്വസിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള ഹിദായത്ത്. അതാണ് ഈ ചോദ്യത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. മനസ്സിലായോ? റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ. നിന്നെ സംബന്ധിച്ച് പറഞ്ഞു തരുന്ന ഒരാളെ ഞങ്ങൾ കേട്ടു, ആ കേട്ടത് ഞങ്ങൾ വിശ്വസിച്ചു എന്നാണ് സൂറത്ത് ആൽ ഇംറാൻ അങ്ങനെ പറഞ്ഞത്. തൗഹീദ് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇറക്കിയ
ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ 1/3 സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ തങ്ങൾ പറയുക അള്ളാഹു ഒരുവനാണ്. തങ്ങൾ പറയണം. തങ്ങൾ പറഞ്ഞില്ല എന്നാ ഇനി കുല്ല് മാറ്റാൻ പറ്റുമോ? പണ്ട് ആരാ അങ്ങനെ എടുത്ത് ആരാ പറഞ്ഞല്ലോ, നമ്മളാ പൊട്ടൂസ് ഉണ്ടല്ലോ, എന്താണ് പറയാ, ഈ ഖദ്ദാഫി, മുഅമ്മറുൽ ഖദ്ദാഫി ഒരിക്കൽ പറഞ്ഞു ഈ കുല്ലൊക്കെ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞത്രേ ഒരു പ്രസംഗത്തിൽ. അപ്പൊ ഈ സാധുക്കൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒന്നും മനസ്സിലായില്ല എന്നും മനസ്സിലായിരുന്ന വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. ഖുൽ ഹുവല്ലാഹു അഹദ്, അതെന്താണ് അവിടെ അങ്ങനെ തന്നെ പറയുന്നത്? അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? റസൂലുള്ളാഹിയോട് ഹുവല്ലാഹു അഹദ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോരാ. മുഅ്മിൻ മനസ്സിലാക്കണം, തൗഹീദ് അത് റസൂലുള്ള എന്താ പറഞ്ഞു അതാണ് തൗഹീദ്. ആ റസൂലുള്ളാഹിയെ റസൂലാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അതിലൂടെ വരുന്നതാണ് തൗഹീദ്. ഖുൽ നിലനിന്നേ പറ്റൂ. തങ്ങൾ അങ്ങനെ പറഞ്ഞു, ഓക്കെ, അതങ്ങനെ. തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെ. തങ്ങൾ മറ്റേ രൂപത്തിൽ പറഞ്ഞു, അതങ്ങനെ. വേറെ ഒരു ചോദ്യം അതിന്റെ അപ്പുറത്തില്ല. അത് കണ്ണടച്ച് വിശ്വസിക്കുക. എനിക്ക് ഇപ്പോൾ ഒരു വഹ്യ് വന്നു, ആ വഹ്യ് ഇതാ വിരിയിൽ വന്നു. എന്താ ഓതിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നാണ്ട് ഓതി തന്നു. വിശ്വസിക്കല്ലാതെ മാർഗല്ല. റസൂലുള്ളാഹി അവിടെ വേറെന്നാ ഓതിയെങ്കിൽ ഫർളൻ, അത് വിശ്വസിക്കണം മുഅ്മിൻ. അതാണ് മുഅ്മിൻ. ആ നിലക്ക് ആയിരിക്കും ഈമാന്റെ യഥാർത്ഥ രൂപം. അവനാണ് മുഅ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്, ആ പറഞ്ഞ വിശേഷണങ്ങളെ ആ രൂപത്തിൽ വിശ്വസിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ആവുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം യഥാർത്ഥ രൂപത്തിൽ ആവുകയില്ല. അതുകൊണ്ടാണ് അല്ലാ എന്ന് പറഞ്ഞിരുന്ന പലരെ സംബന്ധിച്ചും ഖുർആൻ ലഖദ് കഫറ കാഫിറൂൻ, നിങ്ങളെ സംബന്ധിച്ചും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? കഫറ, ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അള്ളാഹു 3-ൽ 1 പറഞ്ഞവർ കാഫിറാണെന്നാ പറഞ്ഞത്. കാഫിറാണെന്ന് എങ്ങനെ അവരെ സംബന്ധിച്ച് പറയുന്നത്? ഒരു മുശ്രിക്കല്ലേ? ക്രിസ്ത്യാനികൾക്ക് അള്ളാഹിനെ പറ്റി അറിയാലോ, അള്ളാഹിനെ അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരെ സംബന്ധിച്ച് കാഫിറാണെന്നാ പറഞ്ഞത്. ആ വിശ്വാസം അമ്പിയാവ് പഠിപ്പിച്ചു കൊടുത്ത പോലെ ആയില്ല. അമ്പിയാവ് പഠിപ്പിച്ചു കൊടുത്ത പോലെ അല്ലാതെ എന്തിനെ സംബന്ധിച്ച് പറഞ്ഞാലും അത് അള്ളയാവുകയില്ല. അതൊരു ആ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വരിക. അത് അള്ളയാവുകയില്ല. യഥാർത്ഥത്തിലുള്ള അള്ളാഹ് എന്ന ആ അള്ളാഹിന്റെ ദാത്ത്, ആ മുസമ്മ എന്തോ അതാവുകയില്ല. ഇസ്മ മാത്രമേ ആവുള്ളൂ. ഇസ്മ കൊണ്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, മുസമ്മ കൊണ്ടാണ്. മുസമ്മ ആരാണ്? ആരുടെ പേരാണോ ഈ അള്ളാഹ് എന്നത്, ആ ദാത്തുൽ അഖ്ദസ്, ആ പരിശുദ്ധ ദാത്ത് കൊണ്ടാണ് വിശ്വസിക്കേണ്ടത്. ആ പരിശുദ്ധ ദാത്തിനെ നാം കാണുന്നില്ല, നാം കേൾക്കുന്നില്ല. ഈ ലോകത്ത് അള്ളാഹു ഉദ്ദേശിക്കാത്ത ആരും അത് കേൾക്കുകയില്ല, കാണുകയുമില്ല. പിന്നെ എന്തേ മാർഗം? അത് അമ്പിയാ എന്ത് പറഞ്ഞു കണ്ണടച്ച് വിശ്വസിക്കുക. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ തങ്ങളാണ്ട് പറഞ്ഞു കൊടുത്തോളൂ. ആ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ വിശ്വസിച്ചോളൂ. തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് നിങ്ങൾ വിശ്വസിച്ചോളൂ. സമിഅന ഇന്ന റബ്ബന ഇന്നനാ സമിഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ റബ്ബന ഇന്നനാ സമിഅന. പടച്ചവനെ ഞങ്ങൾ കേട്ടു. മുനാദിയൻ യുനാദി, ഒരു മഹാനായൊരു മുനാദിയെ, തൻകീർ തഅളീമിനാണ് അവിടെ. മുനാദിയൻ, ഒരു മഹാനായ, ഒരു വണ്ണമായ, ഒരു മഹത്തായ ഒരു വിളി ഞങ്ങൾ കേട്ടു. ഒരു മഹാനായ ഒരു വ്യക്തിയുടെ വിളി ഞങ്ങൾ കേട്ടു. വിളിക്കുന്നത്, നിന്നിലേക്ക് വിളിക്കുന്നത് കേട്ടു. ഫആമന്ന, ആ മഹാനാണ്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേറൊന്നും നോക്കണ്ട. ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. ഇതാണ് മുഅ്മിനിന്റെ സമീപനം. മനസ്സിലായോ? അപ്പൊ നമ്മളിത് ഇയ്യാക നഅ്ബുദു കുറച്ചൊക്കെ വിശദീകരിച്ച് തന്നെയാണ് ആ വിഷയം വീണ്ടും മറ്റു രൂപത്തിൽ മനസ്സിലാക്കി എന്ന് മാത്രം, ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഈ അള്ളാഹുവിനെ അള്ളാഹ് എന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മറഞ്ഞ ശക്തിയുണ്ട്. ഈ കാണുന്നതൊന്നുമല്ല ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ഈ ലോകത്തിന്റെ നിയന്താവ്, ഇതൊന്നുമല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ലോകത്തുള്ള ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ലോകത്തുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഏകത്വത്തെ അറിയിക്കുന്നുണ്ട്. 2 തഫ്സീർ അതിനുണ്ട്, രണ്ടും ശരി തന്നെ. സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട് എന്നുള്ളതും ശരി തന്നെ. അവകളുടേതായ ആ വ്യക്തിത്വം കൊണ്ടും
അവരുടേതായ ആ അന്യാശ്രയം കൊണ്ടും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച റബ്ബിന്റെ മേൽ അത് അറിയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതും അതിന്റെ ഒരു അർത്ഥം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പൊതുവിൽ ഇതിന്റെ പിന്നിലുള്ള ആ ശക്തിയെ മനസ്സിലാക്കുക എന്നല്ലാതെ ആ ശക്തിയുടെ ശഖ്സിയത്ത്, അതിന്റെ ആ ശക്തി ഏത് അതിന്റെ വിശദീകരണം അത് എവിടെ നിന്ന് കേൾവിക്കനുസരിച്ചിട്ട് അള്ളാഹ് പറഞ്ഞത് കൊണ്ടാവുകയില്ല. അങ്ങനെ അവർക്കൊക്കെ വിശ്വാസമുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഖുൽ ഹുവല്ലാഹു അഹദ്, അത് കേട്ടിട്ട് ആമന്ന എന്ന് പറയുക തന്നെ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എന്താണ് ഈ ഹിദായത്ത്? ഈ ഹിദായത്ത്, ആ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് യഥാർത്ഥത്തിൽ എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ആ ഹിദായത്ത്. ഇത് ചിലപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഇയ്യാക നഅ്ബുദുമായി ചർച്ച ചെയ്ത വിഷയമായിട്ട് ചെറിയ ബന്ധമുണ്ടായിരിക്കും. ചില വിഷയങ്ങൾ ആവർത്തനം വരും. എന്നിരുന്നാലും മറ്റ് ചില കാര്യങ്ങൾ വിശദമാവാൻ വേണ്ടി ചിലതൊന്നുകൂടെ പറയേണ്ടി വരും. അതുകൊണ്ട് ക്ഷമിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു നൂറാണ്. ആ നൂറ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അസ്ല് ഫിത്രത്തിൽ ആ നൂറിനെ സ്വീകരിക്കണമെങ്കിൽ ആ നൂറിനെ സ്വീകരിക്കാവുന്ന മാനസികമായ നൂറ്, പ്രകൃതിപരമായ നൂറ് നമ്മളിൽ ഉണ്ടാവണം. അത് കെട്ടുപോയിട്ടുണ്ടാവരുത്. അതാണ് നൂറുൻ അലാ നൂർ എന്ന് പറയുന്നത്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. കണ്ടോ? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഹൃദയത്തെ വിശാലമാക്കി കൊടുത്തു, ലിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക്. ഫഹുവ, അപ്പോൾ അവൻ അലാ നൂരിൻ മിർ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്നുള്ള നൂറിന്റെ മേലാകുന്നു. അവന്റെ റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ ആ പ്രകാശത്തിന്റെ മേലാകുന്നു. അള്ളാഹു ഒരാളെ ഹിദായത്താക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യാ? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അതാണല്ലോ ചെയ്യാ. ഒരാളെ അള്ളാഹു ഹിദായത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് അവന്റെ ഹൃദയത്തെ വിശാലത ചെയ്തു കൊടുക്കും. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരായത്തിൽ പറയുന്നത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് അള്ളാഹു തആല ഒരാളുടെ മനസ്സിനെ ശറഹ് ചെയ്തു കൊടുത്തു. ഫഹുവ, അപ്പോൾ അവൻ അലാ നൂരിൻ മിർ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ ആ നൂറിന്റെ മേലാകുന്നു. എന്നാൽ വൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയത്തിന് കസുവത്ത് സംഭവിച്ച ആളുകൾ, ഹൃദയത്തിന് റാന് സംഭവിച്ച ആളുകൾ, ഹൃദയത്തിന് കസുവത്ത്, കഠോരത സംഭവിച്ച ആളുകൾക്ക് നാശാണ്. അവർക്ക് അവർക്ക് പിന്നെ എന്തില്ല? പിന്നെ ഇത് ലഭിക്കുകയില്ല. അപ്പോൾ ആ അടിസ്ഥാനപരമായി മാമിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറഞ്ഞ ആ ഫിത്രത്തിന്റെ നൂറ് കെടാതിരിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ നൂറിനെ സ്വീകരിക്കാൻ ഈ മനസ്സിന് പറ്റും. അത് മനസ്സിന് പറ്റും. കിബിർ പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് ഇതിനെ കെടുത്തിക്കളയുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ ഒരിക്കലും ഈ നൂറിനെ സ്വീകരിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മസലു മാ ബഅസനില്ലാഹു മിനൽ ഇൽമി വൽ ഹുദ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അയച്ചിട്ടുള്ള ഈ ഇൽമു ഹുദയുടെ, മിനൽ ഇൽമി വൽ ഹുദ, ഈ ഇൽമു ഹുദയുടെ ഉദാഹരണം ഏതുപോലെയാണ്? അള്ളാഹുവിൽ നിന്നുള്ള ഒരു മഴ പോലെയാണ്. അള്ളാഹു എന്നെ ഈ അയച്ച ഈ ദീന്, ആ ഇൽമ്, ആ ഹുദ, അതിന്റെ ഉദാഹരണം ഏതുപോലെയാണ്? അത് ഒരു മഴ പോലെയാണ്. ആ മഴ കിട്ടിയാല്, മഴ ഇങ്ങോട്ട് ആകാശത്ത് നിന്ന് പെയ്താല്, മേൽഭാഗത്ത് നിന്ന് മഴ പെയ്താല് എന്തുണ്ടാവുക? ചില സ്ഥലം അതിനെ സൂക്ഷിക്കും. നല്ല സ്ഥലമാണെങ്കിൽ അതിനെ സൂക്ഷിക്കും, അതിനെ സ്വീകരിക്കും. അതിനെ സ്വീകരിച്ച് അതിന്റെ മടിത്തട്ടിൽ, അതിന്റെ ഉള്ളിൽ ആ വെള്ളത്തെ സ്വീകരിച്ചു വെക്കും. എന്നിട്ട് അവിടെ പുല്ലുപുഷ്പങ്ങൾ മുളക്കും. പിന്നെന്തുണ്ടാവും? അത് മറ്റുള്ളവർക്ക് അവിടെ നിന്ന് കുടിക്കാൻ വെള്ളം കിട്ടും. അങ്ങനൊക്കെയല്ലേ? അതേ സമയത്ത് വേറെ ചില സ്ഥലമോ അവിടെ അതിങ്ങനെ കുളം, പിന്നെ
കുഴിയുണ്ടെങ്കിൽ അവിടെ വെള്ളം നിൽക്കും, പക്ഷെ പുല്ലുപുഷ്പങ്ങൾ എന്താവില്ല, മുളക്കൂല. പാറകളാണെങ്കിൽ, അതുപോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ വെള്ളം അവിടെ നിൽക്കും, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും, ഇവന് അതുകൊണ്ട് ഉപകാരമില്ല, അവിടെ പുല്ലുപുഷ്പങ്ങൾ മുളക്കുകയില്ല. എന്നാൽ വേറെ ചില സ്ഥലം ഇത് രണ്ടിനും പറ്റില്ല, വെള്ളം അവിടെ കെട്ടി നിൽക്കുകയുമില്ല, വെള്ളം കുടിച്ച് പുല്ലുപുഷ്പങ്ങൾ മുളക്കുകയുമില്ല, രണ്ടുമില്ല. കണ്ടോ നിങ്ങള്, കണ്ടോ? ഏതാണ് പറയുന്നത്? വെറുതെ അല്ല. ആ ഹദീസുകളൊക്കെ ഓരോന്നും അതിൻ്റെതായ അർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ വലിയ വലിയ പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കാൻ ശ്രമിച്ച മഹാത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ പറഞ്ഞതൊക്കെ. അപ്പൊ ഇവിടുത്തെ ഇസ്തിഅദാദിനനുസരിച്ചാണ് ഇതിന്റെ കാബിലിയത്ത്, ഇതിന്റെ സ്വീകാര്യത എന്ന്. ഇതിന്റെ നമ്മുടെ ഈ സ്വീകരിക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണ് ഇതിന്റെ സ്വീകാര്യത. ഇവിടെ നല്ല അതിന് സ്വീകരിക്കാവുന്ന മനസ്സാണെങ്കിൽ, അതിന് പറ്റുന്ന മനസ്സാണെങ്കിൽ അതിനനുസരിച്ച് അത് സ്വീകരിക്കുകയും ആ ഹുദയെയും ഇൽമിനെയും സ്വീകരിക്കുകയും അത് തനിക്കുപകരിക്കുകയും മറ്റുള്ളവർക്ക് ഉപകരിപ്പിക്കുകയും ചെയ്യും. ആ രൂപത്തിലായിരിക്കും. അതേ സമയത്ത് വേറെ ചിലത് തങ്ങൾക്ക് ഉപകരിക്കില്ല, എന്തുണ്ടാവും? മറ്റുള്ളവർക്ക് ഉപകരിക്കും. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, അവർക്ക് യാതൊരു ഉപകാരമില്ല, മറ്റുള്ളവർക്ക് വയൽ പറഞ്ഞു കൊടുത്തിട്ടും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഉപകാരം ഉണ്ടാവും. വേറെ ചില ആളുകള് അവർക്ക് ഉപകരിച്ചില്ല, മറ്റുള്ളവർക്ക് ഉപകരിച്ചില്ല. അപ്പോ ഈ വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. കണ്ടോ? അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തൂതിഉ കുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. കണ്ടോ? അപ്പൊ ഇതൊക്കെ അറിയുന്ന ആളുകൾ സൂചനകൾ കിട്ടിയാൽ മതിയല്ലോ. ഇതൊക്കെ പരസ്പരം ഹൃദയമാകുന്ന ഭൂമിയിൽ മുളക്കേണ്ടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ഹിദായത്ത്. ആ ഭൂമി അതിന് പറ്റുന്നതാണെങ്കിലേ ഇതവിടെ വെച്ചാ പിടിക്കുള്ളൂ. അങ്ങനെയാണ്. അത് എത്രത്തോളം നല്ല ഭൂമിയാണ് അതിനനുസരിച്ച് പിടിക്കും, വളരും. അതിന്റെ ആഴത്തിലുള്ള വേരൂന്നലും ആ വേരൂന്നുന്നതിനനുസരിച്ച് അതിന്റെ കൊമ്പും ചില്ലകളും മേൽപോട്ട് ഉയരലൊക്കെ അതിനനുസരിച്ചാണ്. അപ്പൊ അതിനനുസരിച്ച് അതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്തുകളും ഹദീസുകളാണ്. മസലുമാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമി കമസലിൽ ഗൈസിൽ കസീരി അസാബ അർളൻ ഫകാന മിൻഹാ നഖിയ ഖബിലത്തിൽ മാഅ ഫഅൻബതത്തിൽ കലഅ വൽ ഉശ്ബ് എന്നിങ്ങനെ തുടങ്ങി ബുഖാരിയും കിതാബുൽ ഇൽമിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. കിതാബുൽ ഇൽമിൽ ബുഖാരിയിൽ തന്നെ ഉണ്ട് ആ ഹദീസ്. അപ്പോ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു നൂറ് നൽകുക എന്നതാണ്, ആ നൂറിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് മനുഷ്യനിക്ക് ഹിദായത്ത് കൊടുക്കുക. ഇതിന് എനിക്ക് തൗഫീഖ് ചെയ്യണമേ. അതിനനുസരിച്ച് ആ നൂറിന്റെ വളർച്ചയും വികാസവും ഒക്കെ പിന്നെ ഈ ഹൃദയത്തിന്റെ ശുദ്ധി വികാസത്തിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൂടി വരും. അതിങ്ങനെ കൂടുതൽ സ്വീകരിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ എന്നൊക്കെ അതിൽ പെട്ടു. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇസ്ലാം എന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഹദീസ് ഉണ്ട്. ഖാലു, സഹാബത്ത് ചോദിച്ചു, കൈഫ യശ്റഹു സദ്റഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അല്ലാഹു തആല ഹൃദയത്തെ വിശാലത ചെയ്യുക നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നൂറുൻ യഖ്ദിഫു ഫീഹി, നൂറുൻ ഒരു പ്രകാശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഖ്ദിഫു ഫീഹി, ആ അല്ലാഹു തആല അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ഒരു പ്രകാശമാണ്. ഫയൻശരിഹു, ആ പ്രകാശം അങ്ങോട്ട് കിട്ടുമ്പോൾ ആ ഹൃദയത്തിന് എന്തെന്നില്ലാത്തൊരു വിശാലത അനുഭവപ്പെടുകയാണ്. ഫയൻഫസിഹു, അതങ്ങോട്ട് വികസിക്കും, വികാസം പ്രാപിക്കും. ഖാലു, സഹാബത്ത് ചോദിച്ചു, ഫഹൽ ലിദാലിക മിൻ അലാമത്ത് മിൻ അമാറത്തിൻ യുറഫു ബിഹാ, അങ്ങനെ നൂറ് കിട്ടിയതിന്, അതുകൊണ്ട് ഇൻഷിറാഹു സദ്ർ ഉണ്ടായതിന്, ഹൃദയവിശാലത ഉണ്ടായതിന് വല്ല അടയാളം ഉണ്ടോ നബിയെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ അതിനുള്ള അടയാളം അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ് വത്തജാഫി അൻ ദാരിൽ ഖുറൂർ വൽ ഇസ്തിഅദാദു ലിൽ മൗത്ത് ഖബ്ല ലിഖാഇൽ മൗത്ത്. മൂന്ന് അടയാളാണ് പറഞ്ഞത്. ഒന്ന്, അത് മൂന്നും പരസ്പര പൂരകങ്ങളാണ് താനും.
അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ദാറുൽ ഖുലൂദിലേക്ക്, ശാശ്വതമായ ലോകത്തേക്ക് ഉള്ള ഒരു ഒരു അഭിവാഞ്യ, ഒരു ഒരു പ്രത്യേകമായ താല്പര്യം ഇവനക്ക്, അങ്ങോട്ടുള്ള ഒരു ചിന്ത, ആ ശാശ്വതമായ പാരത്രിക ലോകത്തേക്കുള്ള അമിതമായ ഒരു ഉത്കടമായ ഒരു ആഗ്രഹം, അങ്ങോട്ട് എത്തിപ്പെടാൻ, ആ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമം, ആ ഒരു ചിന്ത, അത് മാത്രം അവനെ അലട്ടുക, അങ്ങോട്ട് മുറിഞ്ഞു വീഴുക, അൽ ഇനാബത്ത്, അങ്ങോട്ടുള്ളൊരു മടക്കം. വത്തജാഫി അൻ ദാരിൽ ഖുറൂർ, ഈ വഞ്ചകിയായ ഭൗതിക ലോകത്തെ തൊട്ട് അതിൽ നിന്നൊരു അകൽച്ച, അതിനൊരു വിമുഖത, അതിന്റെ സുഖലോലുപത, അതിന്റെ ആഡംബരങ്ങള്, അതിനോട് എന്തൊന്നുമില്ല, വലിയൊരു താല്പര്യമൊന്നുമില്ല. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ ഭൗതിക താല്പര്യങ്ങൾ, അതിന്റെ പേരിൽ ഇങ്ങനെ അഹങ്കരിക്കുക, അതിങ്ങനെ അതിന്റെ പേരിൽ ഇങ്ങനെ മഹത്വം പറഞ്ഞു നടക്കുക, അതല്ല ദീന്, അതല്ല ഹിദായത്ത്, അതല്ല ഹിദായത്ത്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല ഹിദായത്ത്. ഹിദായത്തിന്റെ അടയാളം ഇതാണ്, ഹിദായത്തിന്റെ അടയാളം ഇതാണ്, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ജീവിതമാണ്. വത്തജാഫി അൻ ദാരിൽ ഖുറൂർ, അതിനോടുള്ള ഒരു വിരക്തി, അതിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല. ചിലതിന് വരും, വന്നു പോകും എന്നല്ലാതെ എന്തല്ല, അതിനോടൊരു വിരക്തിയാണ് ഈ ആൾക്കുള്ളത്. മനസ്സിലാ? എന്താണ്? ഓക്കെ. പിന്നെന്താണ്? ഇതുള്ളവർക്ക് സ്വാഭാവികമായിട്ട് അതും ഉണ്ടാവും. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക, മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പുണ്ടാകുക. ഇതാണ് ഹിദായത്ത് ലഭിച്ചതിന്റെ ഇൻഷിറാഹു സദ്ർ, മാനസികമായി ആ അള്ളാഹുവിന്റെ നൂറ് കിട്ടിയാൽ ഉണ്ടാകുന്ന ആ മനസ്സിന്റെ വികാസം അനുഭവപ്പെടുന്നതിന്റെ തെളിവ്, അതിനുള്ള അടയാളം ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇനി ഓരോരുത്തരും ഇങ്ങനെ നെഞ്ഞത്ത് കൈവച്ച് നോക്കുക, ഞാനടക്കം എല്ലാവരും ഈ ഒരു അവസ്ഥ നമുക്ക് എത്ര ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ദുനിയാവിനോടുള്ള വിരക്തി, ആഖിറത്തിലേക്കുള്ള അതിയായ ആഗ്രഹം, അതിന് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ഇത് എന്നിൽ എത്ര ഉണ്ട് എന്ന് ഓരോരുത്തരും സ്വന്തം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഒന്നിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ചാണ് തനിക്കുള്ള ഹിദായത്ത് എന്ന്. ഭൗതികമായ ആ ഒരു താല്പര്യത്തിലാണ് ഇപ്പോഴും നമ്മളൊക്കെ ഉള്ളത് എങ്കിൽ ഹിദായത്ത് കാര്യമായി നമ്മെ ഏശിയിട്ടില്ല എന്നാണ് അർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ശരിയായ ഹിദായത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്യുക. ആ പാരത്രിക ലോകത്തേക്കുള്ള അമിതമായ ആഗ്രഹവും ദുനിയാവിനോടുള്ള വിരക്തിയും നമുക്ക് കൂടി കിട്ടണം. അതാണ് വേണ്ടത്. അത് എത്ര ഉണ്ടെന്ന് ഓരോരുത്തരും സ്വന്തം നോക്കുക. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആദ്യമായി ഈ ഹിദായത്ത് വരുന്നത് മനസ്സിൽക്കാണ്, ആ നൂറ് വരുന്നത് കൽബിൽക്കാണ്, ആ കൽബിന്റെ ശുദ്ധിക്കനുസരിച്ചാണ്. പിന്നെന്തുണ്ടാകും? ആ കൽബിലെ ശുദ്ധി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ നൂറിന്റെ വികാസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ആ നൂറിന്റെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ആ നൂറിന്റെ പ്രസരണം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിങ്ങനെ മറ്റ് അംഗങ്ങളിലേക്കും അത് എന്ത് ചെയ്യും? വ്യാപിക്കും. നമ്മള് സൂറത്ത് ഇയ്യാക നഅ്ബുദുവിൽ പറഞ്ഞതുപോലെ അതെന്നെ ഇപ്പൊ പറയുന്നതും അല്ലാഹു വലിയുല്ലദീന ആമനു കൂട്ടി വായിച്ചോളൂ. ആ പറഞ്ഞ ബഹ്സ് ഒന്നുകൂടി ഓർത്താൽ മതി. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്. കണ്ടോ? അള്ളാഹു മുഅ്മിനീങ്ങളുടെ സംരക്ഷകനാണ്. അള്ളാഹു മുഅ്മിനീങ്ങളെ ഇങ്ങനെ ഈ ളുലുമത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോ ഈ ആദ്യമായി കൽബിൽ കിട്ടുന്നു. പിന്നെ ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായ ളുൽമത്തുകളുണ്ട്. കണ്ണിന്റെ ളുൽമത്ത് പലതരത്തിലാണ്. കണ്ണിന് പലതരത്തിലുള്ള ളുൽമത്തുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹറാമിലേക്ക് നോക്കാവുന്ന ആ ചിന്ത. ആ കണ്ണിന് അത് മനസ്സിന് വരുന്നു, അത് കണ്ണ് അതിനെ അനുസരിക്കുന്നു. കൈകൊണ്ട് അനാവശ്യങ്ങൾ
പിടിക്കുമ്പോൾ ഉള്ള കൈ കൊണ്ട് ആ കൈക്കുണ്ടാകുന്ന ആ ദുലുമത്ത്, കാലുകൊണ്ട് അനാവശ്യങ്ങളിലേക്ക് നടക്കാനുള്ള അതിനുള്ള ആ ചിന്ത, ഇതൊക്കെ മനസ്സിൽ നിന്നാണ് ഇതിന്റെ പ്രേരണ വരുന്നത്. അതിനനുസരിക്കുന്നത് ഈ അവയവങ്ങളാണ്. അതുപോലെ മറ്റ് അവയവങ്ങൾക്ക് ആ വക വിഷയത്തിലുള്ള ആ ഓരോ അവയവങ്ങളോടും ബന്ധപ്പെട്ട നാവിന് ഗീബത്ത്, ഇതിനൊക്കെ അതൊക്കെ അതിന്റെ ദുൽമത്തിന്റെ ഭാഗങ്ങളാണ്. ആദ്യമായി ഹൃദയത്തിൽ നിന്ന് അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഓരോ അംഗങ്ങളിലേക്കും ആ ദുലുമത്ത്, ആ ദുലുമാത്തുകൾ ഇങ്ങനെ നീങ്ങി നീങ്ങി അതിനൊക്കെ പ്രകാശം ലഭിക്കുകയും ചെയ്യുന്നു. അതൊക്കെ പ്രകാശം ലഭിച്ച് അള്ളാഹുവിനെ കൊണ്ട് സംസാരിക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് കാണുന്ന, അള്ളാഹുവിനെ കൊണ്ട് കേൾക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് പിടിക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് നടക്കുന്ന എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകുന്ന അവസ്ഥയിലേക്ക് അവൻ ഉയരാണ്. അവന്റെ ഓരോ അംഗങ്ങളും പ്രകാശിതമാവുകയാണ്, പ്രകാശപൂരിതമാവുകയാണ്. നമ്മൾ മുന്നേ ആ സംഭവം വിവരിച്ചിട്ടുണ്ട്, വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് കൂടുതൽ ആവർത്തിക്കേണ്ടതില്ല. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹു റസൂൽ ദുആ ചെയ്തത് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസരി നൂറ വഫീ ലിസാനി നൂറ എന്നിങ്ങനെയാണല്ലോ. ആദ്യമായി എന്റെ ഹൃദയത്തിൽ നൂറ് കൊണ്ട റബ്ബേ. പിന്നെ ഓരോ അവയവത്തെ സംബന്ധിച്ചും പറഞ്ഞു. ഓരോ അവയവത്തെയും അല്ലാഹു റസൂൽ എടുത്തെടുത്ത് പറഞ്ഞു. പടച്ചവനെ, എന്റെ ഹൃദയത്തിൽ നൂറ് കൊണ്ട, എന്റെ കണ്ണിൽ നൂറ് കൊണ്ട, എന്റെ ചെവിയിൽ നൂറ് കൊണ്ട, വായിൽ നൂറ് കൊണ്ട, കാലിൽ നൂറ് കൊണ്ട, കയ്യിൽ നൂറ് കൊണ്ട, അങ്ങനെ ഓരോന്നും പറഞ്ഞു. വജഅൽനി നൂറ, എനിക്ക് പ്രകാശം കൊണ്ട, വജഅൽനി നൂറ, എന്നെ തന്നെ പ്രകാശമാക്ക്, വളാഇഫ് ലീ നൂറ, എനിക്ക് പ്രകാശം ഇരട്ടിപ്പിച്ചു കൊണ്ടാന്നും പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഈ ഖൽബിൽ വന്ന ഹിദായത്താകുന്ന ഈ പ്രകാശം വർദ്ധിച്ച് 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 എല്ലാ അവയവങ്ങളിലേക്കും പ്രസരിച്ചുകൊണ്ട് അവസാനം അവന്റെ ശരീരമാസകലം നൂറാനിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരും എന്ന് ആണ് ആ സൂചിപ്പിച്ചത്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ലതർകബുന്ന തബഖൻ അൻ തബഖ്. ഇങ്ങനെ യാത്ര തുടരുക, ഹിദായത്തിന്റെ യാത്ര തുടരുകയാണ്. ആ തുടർന്നുള്ള യാത്ര ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ നൂറിന്റെ ലോകത്തേക്കുള്ള യാത്ര, പൂർണ്ണമായി നൂറാനിയായി മാറുന്ന അവസ്ഥ. എന്നാലും നിൽക്കുന്നില്ല, ആ യാത്ര തുടരാനും അവിടെ 2-3 കാര്യങ്ങൾ വരുന്നുണ്ട്. യാത്ര തുടരണം, യാത്ര നിൽക്കരുത് എന്നൊരു ധ്വനി ആ വാക്കിൽ നിന്ന് വന്നു. ശരിയായ വഴിയിലൂടെ വഴി നടത്തണമെന്ന് പറയുമ്പോൾ ഇടക്ക് വെച്ച് സ്റ്റെക്കാകരുത്, ഇടക്ക് വെച്ച് നിന്ന് പോവരുത്. എന്റെ യാത്ര, എന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കണം. എനിക്ക് എത്തിപ്പെടണം. ആ അള്ളാഹുവിലേക്കുള്ള യാത്ര, അവസാനിക്കാത്ത യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു മഖാമിൽ ചെന്ന് അവസാനിക്കരുത് എന്നാണ് ദുആ. എന്നാൽ ആ യാത്ര എങ്ങനെ ആവുകയും വേണം? ശരിയായ വഴിയിലൂടെ ആവുകയും വേണം എന്ന് ഒക്കെ ഉള്ള ആ അവസ്ഥ, ആ കാര്യങ്ങളൊക്കെ ഈ പ്രാർത്ഥനയിൽ പെട്ടു. അങ്ങനെ മുഅ്മിന് അതിന്റെ അത്യുന്നതമായ രംഗത്തേക്ക് എത്തുന്ന അവസ്ഥ. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാഉ വയഹ്ദി ഇലൈഹി മൻ യുനീബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയിൽ പറഞ്ഞതുപോലെ അല്ലാഹു ഉദ്ദേശിച്ച ആളുകളെ അല്ലാഹു അങ്ങോട്ട് ഇജ്തിബാ ചെയ്യും, അല്ലാഹു സെലക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ, ചില ഭരണാധികാരികൾ കുറെ ആൾക്കാരെ ജനങ്ങൾ തെരഞ്ഞെടുക്കും, ഇത്ര ആളുകളെ പ്രസിഡന്റ് സെലക്ട് ചെയ്യുമെന്ന് പറയാറുണ്ട്. അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാഉ, അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാഉ, അല്ലാഹുവിലേക്ക് അല്ലാഹു ഉദ്ദേശിച്ച ആളുകളെ അങ്ങോട്ട് സെലക്ട് ചെയ്യും. അത് ചിലപ്പോ ഇതൊന്നും വേണ്ടി വരില്ല, അങ്ങോട്ട് സെലക്ട് ചെയ്യാണ്. അത് അള്ളാഹുവിന്റെ മഹ്ള് മശീയത്താണ്. അങ്ങനെ അള്ളാഹ് സെലക്ട് ചെയ്തവരെ പിന്നെ അതെന്താ അവർക്ക് അങ്ങനെ കിട്ടി നമ്മൾ ആക്ഷേപിച്ചിട്ടും നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹ് അങ്ങോട്ട് സെലക്ട് ചെയ്യും. അവർക്ക് ചിലപ്പോ ഈ സിഗ്നലും ബാക്കിയുള്ളതൊന്നും അവർക്ക് പ്രശ്നമാവില്ല. വയഹ്ദി ഇലൈഹി മൻ യുനീബ്, അത് വേറെ, ഇത് വേറെ, രണ്ടും രണ്ടാണ്. വയഹ്ദി ഇലൈഹി മൻ യുനീബ്. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഈ കണ്ണ് കാതുകളൊക്കെ അള്ളാഹുവിന്റെ നൂറാനിയായി പ്രത്യേകമായ പ്രകാശം കിട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഈ ഹൃദയത്തിലേക്ക് കിട്ടിയ പ്രകാശം വർദ്ധിച്ച് അതിങ്ങനെ പ്രസരിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകമായ കഴിവുണ്ടാവുകയാണ്. ആ ഓരോ അവയവങ്ങളെ കൊണ്ടും അവൻ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത്, കേൾക്കാൻ കഴിയാത്തത്, പ്രവർത്തിക്കാൻ കഴിയാത്തത് ഇവന് പ്രവർത്തിക്കാൻ കഴിയാണ്. അപ്പോൾ ഒരു സാധനം കണ്ടാൽ, എന്തൊരു സാധനമാവട്ടെ, അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് കാണാൻ കഴിയാത്തത് ഈ പ്രകാശം ലഭിച്ചവന് കാണാൻ കഴിയാണ്.
അങ്ങനെ പ്രകാശം ലഭിച്ചവൻ ഇങ്ങനെ ആ രൂപത്തിൽ കാണുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ചോദ്യം. ക്ലാസിന്റെ ഇടയ്ക്ക് എന്താണ് ശല്യപ്പെടുത്തുന്നത്? ക്ലാസ് കഴിഞ്ഞാൽ ചോദ്യത്തിന് അവസരമാണ്. അതൊക്കെ സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. പിന്നെ അതൊന്നും ചെയ്യണ്ട, ബോധമുള്ളവർ മതി. എന്താണ് പിന്നെ അവന് ആ നിലക്ക് അള്ളാഹുവിന്റെ അജായിബുകളെ, അത്ഭുതങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാകുകയാണ്, കൂടുതൽ അറിയുകയാണ്. കൂടുതൽ അറിയുന്തോറും അവന് കൂടുതൽ വിനയമുണ്ടാകുന്നു, കൂടുതൽ ഭക്തി ഉണ്ടാകുന്നു, കൂടുതൽ സ്നേഹമുണ്ടാകുന്നു. അള്ളാഹുവിനോട് കൂടുതലിനോട് സ്നേഹവും ബഹുമാനവും വിനയവും ഒക്കെ ഉണ്ടായി അള്ളാഹുലേക്ക് പൂർണ്ണമായി വിനയാന്വിതനാകുന്നു. അപ്പോൾ വയഹ്ദി ഇലൈഹി, അള്ളാഹുവിലേക്ക് തന്നെ ഹിദായത്താക്കാണ്, വഴിയിലേക്കല്ല. പിന്നെ അള്ളാഹുവിലേക്ക് കണ്ടോ നിങ്ങൾ, വയഹ്ദി ഇലൈഹി മയ്യുനീബ്, ഈ ഇനാബത്തുള്ള ആളുകളെ, ഈ നിലക്ക് പൂർണ്ണമായി വിനയാന്വിതരായി മാറുന്ന ആളുകളെ അള്ളാഹുവിലേക്ക് തന്നെ, ലക്ഷ്യത്തിലേക്ക് അള്ളാഹു ചേർക്കും. കണ്ടോ, ഇവിടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമാണ്. യഹ്ദി ഇലാ സിറാത്തുൽ മുസ്തഖീം ഉണ്ട്, യഹ്ദി ഇലൈഹി ഉണ്ട്. സിറാത്തു മുസ്തഖീമിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ മഹത്വം ഈ ഓരോ അവയവങ്ങളെ കൊണ്ടും അവൻ കേൾക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ സഹീഹുൽ ബുഖാരിയിലുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. സ്കാൻ ചെയ്താൽ വയറ്റിലുള്ള കുട്ടിയെ, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള പല ചെക്കപ്പുകൾ ഉണ്ടല്ലോ ഇപ്പോ, ആ പരിശോധനയിലൂടെ ഒക്കെ വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ, അതിനെന്താണ് അസുഖം, അതിന് വല്ല പ്രശ്നമുണ്ടോ ഒക്കെ ഇന്ന് കാണാൻ കഴിയുന്നു. എന്നാൽ അതിന് പല മാർഗങ്ങളും, പല മെഷീനുകളും, പല സാങ്കേതിക വിദ്യകളും വേണോ, അതിന് ഉപയോഗപ്പെടുത്തണോ അതിന്. എന്നാൽ മഹാനായ സിദ്ദീഖ് അൻഹു, ആയിഷ കുട്ടി ആരാകുന്നു? അത് കുട്ടിയാകുന്നു എന്ന വിവരം എനിക്ക് കിട്ടി. ഉരീത്തു ഉറാഹ, ഞാൻ കാണുന്നു. അതവരെ കണ്ണുകൊണ്ട് നോക്കി കണ്ടു. അവർ ആ നിലക്കുള്ള പ്രകാശം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് വന്നുകൊണ്ട് കാര്യങ്ങൾ വിവരിക്കുമ്പോൾ കളവ് പറഞ്ഞാൽ അവിടെ നിർത്താൻ പറയുമായിരുന്നു. നിർത്തട അവിടെ എന്ന് പറയും. പിന്നെ ഈ ആളെന്നെ ഏറ്റു പറയും, ശരിയാണ്, ഞാനാ പറഞ്ഞത് കളവാണെന്ന് ഏറ്റു പറയും. അപ്പൊ അവർ കേൾക്കുമ്പോൾ നാം കേൾക്കാത്തത് അവർ കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ ഒരു സദ്യക്ക് ക്ഷണിക്കപ്പെട്ടു. അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം എടുത്തു. പിന്നെ നോക്കുമ്പോ ഭക്ഷണം എന്താകുന്നില്ല. പിന്നെ റസൂലുള്ളാഹി ഇറക്കുന്നില്ല. ചോദിച്ചു, ഇത് ഉടമസ്ഥന്റെ സമ്മതമില്ലാത്ത ഭക്ഷണം പോലെ ഉണ്ടല്ലോ ഇത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ അറുത്ത ആടിന്റെ ഭക്ഷണം പോലെ, അതിന്റെ രുചി ഉണ്ടല്ലോ ഇതിന്. ഈ രുചി നമുക്ക് തിരിയോ? ഈ രുചി നമുക്ക് തിരിയോ? തിരിയില്ല. അത് അതിന്റെ ആളുകൾക്ക് തിരിയും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു സഹാബി കടന്നു ചെന്നു. സഹാബി തന്നെയാണ്, ചെറുപ്പക്കാരനാണ്. വഴിയിൽ അദ്ദേഹം ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടിരുന്നു, ഒന്ന് നോക്കിയിരുന്നു, ഒരു ഹറാമായ രൂപത്തിൽ നോക്കിയിരുന്നു. ഇത് റഷ്യ പോലും അയാളുടെ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം വിവരിക്കുന്ന. അതിൽ വിരിച്ചിട്ടുണ്ട്, മറ്റു പലരും വിരിച്ചിട്ടുണ്ട്. അപ്പോ ഈ സഹാബി അങ്ങോട്ട് കടന്നു ചെന്നപ്പോ ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മാലക്കും തദ്ഖുലൂന അലയ്യ വഫീ വുജൂഹിക്കും അസറുസ്, നിങ്ങൾ എന്റെ അരികിലേക്ക് കടന്നു വരുന്നു, നിങ്ങളുടെ മുഖത്ത് വ്യഭിചാരത്തിന്റെ ലക്ഷണമുണ്ടല്ലോ, ആ നിലക്ക് കടന്നു വരുന്നു. അപ്പോൾ ഈ കടന്ന സഹാബി ചോദിച്ചു, ആ വഹ്യും ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഇപ്പോഴും വഹ്യ് വരുന്നു. എത്ര കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വഹ്യല്ല, ഫിറാസത്തുൽ മുഅ്മിൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, മുഅ്മിനായ ആളുകൾ ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാ. അല്ലാഹുവിന്റെ ആളുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, മുഅ്മിനീങ്ങള് മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അവർ അള്ളാഹു നൽകിയ പ്രത്യേക പ്രകാശം കൊണ്ടാണ് പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, അതിൽ പെട്ടതാണത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയാൽ നാം കാണാത്തത് കാണും, അവർ കഴിക്കുമ്പോൾ നമുക്കില്ലാത്ത രുചി അവർക്ക് അനുഭവപ്പെടും. ഇങ്ങനെ പലതും സംഭവിക്കും. ആ സംഭവിക്കുന്നതിലൂടെ ഈ ലോകാത്ഭുതങ്ങൾ, രഹനൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത വിധം, ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത വിധം, അവരൊന്നും ഒന്നുമല്ല അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവർ കാണുന്നു. കൂടുതൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയവും പേടിയും ഭക്തിയും
സ്നേഹവും ഒക്കെ അവർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആവേശത്തോടുകൂടെ കൂടുതൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഇബാദത്തിൽ മുഴുകുന്നു. ഇബാദത്ത് വർദ്ധിച്ച് അവർ പൂർണ്ണമായി എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, അങ്ങനെ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീണ ആളുകളെ അള്ളാഹുവിലേക്ക് അവൻ ഹിദായത്താക്കും. എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മനസ്സിലാക്കൽ മാറ്റി നേരിട്ട് അള്ളാഹുവിന്റെ സിഫാത്തുകളെ മനസ്സിലാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തും എന്ന്. ഇലൈഹി മൻ യുനീബ്, അവിടെ യുനീബ് എന്നാ പറഞ്ഞത്. അനാബ് എന്ന വേറെ ആയത്തിലുണ്ട്. അപ്പോ ആ നിലക്കാണ് മഹാരുടെ ഈ ഹിദായത്തിന്റെ യാത്ര. അതാണ് ഈ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇവിടെയൊക്കെ മുസ്തഖീമായ മാർഗത്തിലൂടെ ചലിപ്പിക്കണമേ എന്ന് മഹത്തായൊരു പ്രാർത്ഥന. ഒരു സാധാരണ ഒരു വിഷയമൊന്നല്ല ഈ പറയുന്നത്, വലിയ വിശാലമായ അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞിട്ടാണ് എപ്പോഴും സംശയം ചോദിക്കുക. ക്ലാസിന്റെ ഇടയിൽ വന്നിട്ട് ശല്യം ചെയ്യുക എന്നത് അത് ശരിയല്ല എന്ന് ഉണർത്തുകയാണ്. ഏത് ക്ലാസ് ആയാലും അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോ അദ്ദേഹത്തിന് ഞാൻ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താം, അവർക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. ഇനി നമുക്ക് ചോദ്യത്തിന് ശേഷം അവസാനിപ്പിക്കാം. നാളെ ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റന്നാൾ 9 മണിക്ക് ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തമ്പുരാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, പടച്ചവനെ, നീ പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നിന്റെ അഹ്ബാബിന്റെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഖാദിമീങ്ങളായി ഞങ്ങളെയും സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, നീ പൊരുത്തപ്പെട്ട നിന്റെ സ്വാലിഹ്യങ്ങൾ, നിന്റെ ആരിഫീങ്ങൾ, നിന്റെ ഔലിയാക്കൾ, അവരുടെ ഖാദിമീങ്ങളായി പാദസേവകരായി ഞങ്ങളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് നീ ഏറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും ഹിദായത്തിൽ അടിയുറച്ചു നിർത്തണേ തമ്പുരാനെ. സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ എന്നെന്നും നിലനിർത്തണേ തമ്പുരാനെ. നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളിലോ ഞങ്ങളുടെ സന്താന പരമ്പരകളിലോ ഫിസ്കിന്റെയോ ബിദ്അത്തിന്റെയോ അംശം നൽകരുതേ തമ്പുരാനെ. പടച്ചവനെ, ആ ഫിസ്കിനെ തൊട്ടും ബിദ്അത്തിനെ തൊട്ടും അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളും മറ്റെല്ലാ വിഷമങ്ങളും നീ ഒഴിവാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റിത്തരണേ തമ്പുരാനെ. എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയവർക്ക് നീ അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സിഹത്തോടെ ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘായുസ്സ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ തമ്പുരാനെ. ദീനിന് ഖിദ്മത്തെടുക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അറിയുന്ന റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ, ഒഴിവാക്കി തരണേ റഹ്മാനെ. എല്ലാ ഞെരുക്കമുള്ള കാര്യങ്ങളും എളുപ്പമാക്കി തരണേ തമ്പുരാനും. പടച്ചവനെ, മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.